ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയാറില്ലേ? ആഗ്രഹങ്ങൾ, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് മറ്റേത് വേണം, എനിക്ക് മറിച്ചത് വേണം, എനിക്കൊരു കാറ് വേണം, അല്ലേ? ഇതുപോലെ ആഗ്രഹങ്ങളെ കുറിച്ച് എങ്ങനെ പറയാം എന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങാം. ആദ്യമേനോ നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണ്? വോണ്ട് അല്ലെങ്കിൽ വോണ്ട്സ് പ്ലസ് ഒബ്ജക്റ്റ്. എന്താണ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് നൗണോ അല്ലെങ്കിൽ പ്രൊണൗണോ ആയിരിക്കും. നൗണോ അല്ലെങ്കിൽ പ്രൊണൗണോ ആയിരിക്കും. ഓക്കെ, എന്ന് പറയാം വോണ്ട് അല്ലെങ്കിൽ വോണ്ട്സ്. വോണ്ട് ഉപയോഗിക്കും പ്ലൂറൽ ഫോമിൻ്റെ കൂടെ. ഐ വോണ്ട്, യു വോണ്ട്, ദേ വോണ്ട്, വി വോണ്ട്. അതുപോലെ വോണ്ട്സ് ഉപയോഗിക്കും സിംഗുലർ. ഹി വോണ്ട്സ്, ഷീ വോണ്ട്സ്, അങ്ങനെ. ഓക്കെ, അതിൻ്റെ കൂടെ എന്താണ്? ഒബ്ജക്റ്റ്. ഇനി ഇതെന്താണ്? ഡോണ്ട്, അതുപോലെ ഡസൻറ്റ്. ഇത് നെഗറ്റീവ് ആകുമ്പോൾ എന്താണ്? ഇത് നെഗറ്റീവ് ആകുമ്പോൾ എനിക്കൊരു കാർ വേണം, പോസിറ്റീവ് അല്ലേ? ഐ വോണ്ട് എ കാർ. എനിക്കൊരു കാർ വേണ്ട, ഐ ഡോണ്ട് വോണ്ട്. എന്ന് പറയാം ഐ ഡോണ്ട് വോണ്ട് എ കാർ. ഡോണ്ട് ഉപയോഗിക്കും പ്ലൂറലിൻ്റെ കൂടെ, ഡസൻറ്റ് ഉപയോഗിക്കും സിംഗുലറിൻ്റെ കൂടെ. ഇനി ഇവിടെ ഉദാഹരണങ്ങൾ നോക്കുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം സം എന്ന് പറഞ്ഞാലും ലിറ്റിൽ, എഫ് യു, ഈ മൂന്നിൻ്റെയും അർത്ഥങ്ങൾ ഒന്നല്ലേ? സം എന്ന് പറഞ്ഞാലും ലിറ്റിൽ എന്ന് പറഞ്ഞാലും എഫ് യു എന്ന് പറഞ്ഞാലും എന്താണ്? കുറച്ച് എന്നർത്ഥം, അല്ലേ? കുറച്ച്. പക്ഷേ എന്താ ഡിഫറൻറ്റ്? സം നമ്മൾ ഉപയോഗിക്കും കൗണ്ടബിൾ ആണെങ്കിലും അതുപോലെ തന്നെ അൺകൗണ്ടബിൾ ആണെങ്കിലും. എന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ കഴിയുന്നതാണെങ്കിലും എണ്ണാൻ കഴിയാത്താണെങ്കിലും രണ്ടിൻ്റെ കൂടെയും നമുക്ക് സം ഉപയോഗിക്കാം. പക്ഷേ ലിറ്റിൽ ഉപയോഗിക്കും കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് അൺകൗണ്ടബിളിൻ്റെ കൂടെ മാത്രം. സം നോക്കാം. സം ബുക്സ് കൗണ്ട് ചെയ്യാൻ കഴിയുമല്ലോ. ബുക്സ് കൗണ്ട് ചെയ്യാൻ കഴിയും. സം ബുക്സ്. അതുപോലെ സം വാട്ടർ എന്താണ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. ഈ രണ്ടിൻ്റെയും കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സം ഉപയോഗിക്കാം. പക്ഷേ ലിറ്റിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടത് അൺകൗണ്ടബിളിൻ്റെ കൂടെയാണ്. എന്താണ് അൺകൗണ്ടബിൾ? നമുക്ക് എണ്ണാൻ കഴിയാത്ത എ ലിറ്റിൽ വാട്ടർ. ഇനി അടുത്താണ് എ ഫ്യൂ, കുറച്ച്. കൗണ്ടബിളിൻ്റെ കൂടെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എ ഫ്യൂ ബുക്സ്. ഇനിയുള്ള സംശയം എന്താണ്? കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്ത്? എ ഫ്യൂ, അല്ലേ? എ ഫ്യൂ ഉപയോഗിക്കാം കൗണ്ടബിൾ ആണെങ്കിൽ. കൗണ്ടബിൾ അല്ലെങ്കിലോ, അൺകൗണ്ടബിൾ ആണെങ്കിലോ, കൗണ്ട് ചെയ്യാൻ പറ്റാതാണെങ്കിലോ നമുക്ക് ഉപയോഗിക്കാം എ ലിറ്റിൽ. ഇത് രണ്ടും ഉണ്ടായിക്കൊണ്ട് പിന്നെ എന്തിനാ സം ഉപയോഗിക്കുന്നത്, അല്ലേ? ഇത് രണ്ടും ഉണ്ടായിക്കൊണ്ട് എന്തിനാണ് ഇപ്പോൾ സം ഉപയോഗിക്കുന്നത്? അതൊരു സംശയമാണ്, ഞാൻ പറയാം. സം, എ ലിറ്റിൽ, അതുപോലെ തന്നെ എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചാണ്. പക്ഷെ ഇതൊരു ചെറിയൊരു എമൗണ്ട് നമുക്കറിയാം എത്രയാണെന്നുള്ളത്. കുറച്ചാണ്, ഫിക്സ്ഡ് ആണ്, എമൗണ്ട് കൺഫേം ആണ്. പക്ഷെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ കുറച്ചല്ല, എന്നാലോ വളരെ കൂടുതലും അല്ല, വളരെ കുറച്ചുമല്ല വളരെ കൂടുതലുമല്ല. അങ്ങനത്തെ സാഹചര്യങ്ങളാണ് നമ്മൾ സം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പറയാണ്, എടാ അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാം. അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണോ? പറയും വളരെ കുറച്ചല്ല, എന്നാലോ വളരെ കൂടുതലും അല്ല. ഓക്കെ, അങ്ങനത്തെ സാഹചര്യങ്ങളാണ് നമ്മൾ സം ഉപയോഗിക്കുക. ക്ലിയർ? അപ്പോൾ അതും ക്ലിയർ ആയി. ഇനി അടുത്ത് നോക്കാം. ഇവിടെ ഇനിയുള്ള സംശയം സം അതുപോലെ തന്നെ എനിയാണ്. ഈ സം നമ്മൾ ഉപയോഗിക്കും ഫോർ പോസിറ്റീവ് സെൻറ്റൻസ്. എന്താണ് പോസിറ്റീവ് സെൻറ്റൻസ്? എക്സാമ്പിൾ ഞാൻ പറയാണ്, എൻ്റെ അടുത്ത് കുറച്ച് പണമുണ്ട്, ഐ ഹാവ് സം മണി. ഇവിടെ ഞാൻ സം ഉപയോഗിച്ചു. അതിൻ്റെ കാരണം ഈ ഒരു സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവിലാണ്, പോസിറ്റീവ്, അല്ലേ? ഐ ഹാവ് സം മണി. ഇനി ഞാൻ പറയാണ്, എൻ്റെ അടുത്ത് ഒരു പണവുമില്ല, എൻ്റെ അടുത്ത് പണമില്ല. അങ്ങനെ പറയുമ്പോൾ ഐ ഡോണ്ട് ഹാവ് സം മണി എന്ന് പറയാതെ സമ്മിൻ്റെ പകരം എന്ത് ഉപയോഗിക്കണം? എനി ഉപയോഗിക്കണം. ഐ ഡോണ്ട് ഹാവ് എനി മണി. ഓക്കെ, അപ്പോൾ ഇതും ക്ലിയർ ആയി, നോ ഡൗട്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്താണ് പലർക്കും സംശയമുള്ള സംഭവമാണ് ദയർ അതുപോലെ തന്നെ ഓവർ ദയർ, അല്ലേ? ദയർ അതുപോലെ തന്നെ ഓവർ ദയർ. ഈ രണ്ടിൻ്റെയും അർത്ഥം സെയിം ആണ്, ഒരു മാറ്റമില്ല. ദയറും അതുപോലെ തന്നെ ഓവർ ദയർ രണ്ടും നമുക്ക് എവിടെ ഉപയോഗിക്കാം. പക്ഷേ മാറ്റം എന്താ വെച്ചാൽ ദയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദയർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ദയർ, ഗോ ദയർ, ഓക്കെ, ദയർ. പക്ഷെ ഓവർ ദയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടി ഡോസ് കൂടും, ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് പറയാം. അവിടെ വന്നു പോരുത്, അവിടെ ഒന്നും കൂടി ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ ദയർ എന്ന് പറയാം. ഓക്കെ, ഓവർ ദയർ. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും ഉപയോഗിക്കുക, ഒരു പ്രോബ്ലം ഇല്ല, നോ പ്രോബ്ലം. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ നടക്കാം ഓരോന്നോരോന്നായി. എനിക്ക് കുറച്ച് പണം വേണം. എനിക്ക് ഞാൻ ഉപയോഗിക്കും ഐൻ്റെ കൂടെ വോണ്ട് ഉപയോഗിക്കണം. ഐ വോണ്ട്, എന്താ വേണ്ടത്? കുറച്ച് പണം വേണം. ഐ വോണ്ട് സം മണി. ഓക്കെ, ഐ വോണ്ട് സം മണി ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഐ വോണ്ട് എ ലിറ്റിൽ മണി. ക്ലിയർ? സം ഉണ്ടെങ്കിൽ എപ്പോഴും സം ഉപയോഗിക്കുക, അതായിരിക്കും ബെറ്റർ. ക്ലിയർ? ഐ വോണ്ട് സം മണി.
ഇനി അടുത്താണ് എനിക്ക് നിൻ്റെ പണം വേണ്ട. എനിക്ക് നിൻ്റെ പണം വേണ്ട. അപ്പം പറയാം അതായി നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് ആകുമ്പോൾ ഇത് വെക്കണം എനിക്ക് അതിൻ്റെ കൂടെ ഡോണ്ട്. ഐ ഡോണ്ട് കഴിഞ്ഞാൽ പിന്നെ വോണ്ട്. ഐ ഡോണ്ട് വോണ്ട്. ഇതുപോലെ എഴുതണം, മറക്കരുത്. ഐ ഡോണ്ട് വോണ്ട് നിൻ്റെ പണം, നിങ്ങളുടെ യുവർ. ഐ ഡോണ്ട് വോണ്ട് യുവർ മണി. എനിക്ക് നിങ്ങളുടെ പണം വേണ്ട. ഐ ഡോണ്ട് വോണ്ട് യുവർ മണി. ഓക്കെ. ഇനി അടുത്താണ് അവൻക്ക് നിൻ്റെ സാന്നിധ്യം അവിടെ വേണ്ട. അവനക്ക് നിൻ്റെ സാന്നിധ്യം എന്ന് വെച്ചാൽ പ്രസൻസ്. യുവർ പ്രസൻസ് നിങ്ങളുടെ സാന്നിധ്യം. മൈ പ്രസൻസ് എൻ്റെ സാന്നിധ്യം. ഹെർ പ്രസൻസ് അവളുടെ സാന്നിധ്യം. ഓക്കെ. അപ്പോൾ അവൻക്ക് നിൻ്റെ സാന്നിധ്യം അവിടെ വേണ്ട. ഞാൻ പറയാണ് അവൻക്ക് അല്ലേ. എന്താണ് ഹി ഉപയോഗിച്ചു. ഹീൻ്റെ കൂടെ എന്താ പറയുക വേണ്ട എന്നല്ലേ, നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഡസൻറ്റ്. ഹി ഡസൻറ്റ് ഉപയോഗിച്ചു. ഓക്കെ. ഹി ഡസൻറ്റ്. അത് കഴിഞ്ഞിട്ട് വോണ്ട്. ഹി ഡസൻറ്റ് വോണ്ട്. അവനക്ക് വേണ്ട. എന്ത് വേണ്ട? നിൻ്റെ സാന്നിധ്യം. യുവർ പ്രസൻസ്. യുവർ പ്രസൻസ് നിൻ്റെ സാന്നിധ്യം അവനക്ക് വേണ്ട. എവിടെ വേണ്ട? അവിടെ വേണ്ട. ദയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓവർ ദയർ. നമുക്ക് ഓവർ ദയർ ഉപയോഗിക്കാം അല്ലേ. ഓവർ ദയർ ഏതും ഉപയോഗിക്കാം. അപ്പം എന്തായി? ഹി ഡസൻറ്റ് വോണ്ട് യുവർ പ്രസൻസ് ഓവർ ദയർ. നിങ്ങൾക്ക് എൻ്റെ പ്രസൻസ്, എൻ്റെ സാന്നിധ്യം അവിടെ വേണ്ട എന്ന് പറയാം. യു ഡോണ്ട് വോണ്ട് മൈ പ്രസൻസ് ഓവർ ദയർ. ഓക്കെ. ഇത് നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ വൈഫിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തോ പോയിട്ട് പറയാം എന്ത്, എനിക്ക് നിന്നെ വേണ്ട. അത് പറയുമ്പോൾ കുറച്ചൊരു വിട്ട് നിൽക്കുക. എന്നിട്ട് പറയാം ഐ ഡോണ്ട് വോണ്ട് യു എന്ന് പറയാം. ഇത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്താണ് നാലാമത്. എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണ്ട. എനിക്ക് ഐ ഡോണ്ട് വോണ്ട്. എനിക്ക് വേണ്ട. എന്ത് വേണ്ട? നിൻ്റെ ഹെൽപ്പ്. യുവർ. ഐ ഡോണ്ട് വോണ്ട് യുവർ ഹെൽപ്പ്. ഐ ഡോണ്ട് വോണ്ട് യുവർ ഹെൽപ്പ്. ഒബ്ജക്റ്റ്. ഇനി അടുത്താണ് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഞാൻ എന്ത് ഉപയോഗിക്കും? എനിക്ക് ഇതൊരു നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട് എന്ത് ഉപയോഗിക്കും? വോണ്ട് ഉപയോഗിക്കണം. ഐ വോണ്ട്. എനിക്ക് വേണം. എന്ത് വേണം? ഐ വോണ്ട് ഒബ്ജക്റ്റ്. കുറച്ച് വെള്ളം. ഐ വോണ്ട് സം വാട്ടർ. ഓക്കെ. ഐ വോണ്ട് സം വാട്ടർ. എന്തിനാണ്? കുടിക്കാൻ വേണ്ടി. ടു ഡ്രിങ്ക്. ഓക്കെ. ടു ഡ്രിങ്ക്. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഐ വോണ്ട് സം വാട്ടർ ടു ഡ്രിങ്ക്. അല്ലെങ്കിൽ ഐ വോണ്ട് എ ലിറ്റിൽ വാട്ടർ ടു ഡ്രിങ്ക്. ഓക്കെ. ഇനി അടുത്താണ് ആറാമതാണ് ആർക്കും അവന് വേണ്ട. എന്ന് പറയാം. ആർക്കും അവനെ വേണ്ട. വളരെ സിമ്പിളാണ്. ആർക്കും അവനെ വേണ്ട. അപ്പോൾ ആർക്കും എന്നുള്ളതിന് എന്താ പറയുക? നോബഡി. ഓക്കെ. നോബഡി ഓൾറെഡി ഒരു നെഗറ്റീവാണ്. നോബഡി സിംഗുലറാണ്, മറക്കരുത്. നോബഡി വോൺസ്. ഓക്കെ. നോബഡി എന്താണ്? സിംഗുലറാണ്, അതുകൊണ്ട് ഞാൻ വോൺസ് ഉപയോഗിച്ചു. നോബഡി വോൺസ്. ആർക്കും വേണ്ട. ആരെ വേണ്ട? അവനെ വേണ്ട. നോബഡി വോൺസ് ഹിം. ആർക്കും അവനെ വേണ്ട എന്നായി. നോബഡി വോൺസ് ഹിം. ആർക്കും നിങ്ങളെ വേണ്ട. നോബഡി വോൺസ് യു. ഓക്കെ. അടുത്താണ് അവൾക്ക് സ്കൂളിൽ പോകാൻ ഒരു സ്കൂട്ടി വേണം. അവൾക്ക് സ്കൂളിൽ പോകാൻ ഒരു സ്കൂട്ടി വേണം. ഞാൻ പറയാം അവൾക്ക്. ഷീ അല്ലേ, ഞാൻ ഉപയോഗിച്ചു ഷീ. ക്ലിയർ? ഇനി ഷീൻ്റെ കൂടെ എന്താ പറയുക? വോൺസ്. ഷീ സിംഗുലറാണ്, ഞാൻ ഉപയോഗിച്ചു ഷീ വോൺസ്. എന്താ വേണ്ടത്? ഒരു സ്കൂട്ടി അല്ലേ, ഒബ്ജക്റ്റ്. ഒരു സ്കൂട്ടി. എ സ്കൂട്ടി. ഓക്കെ. ഷീ വോൺസ് എ സ്കൂട്ടി. എന്തിനാണ്? സ്കൂളിൽ പോകാൻ വേണ്ടി. ടു ഗോ എന്ന് പറഞ്ഞാൽ പോവുക. ടു ഗോ എന്ന് പറഞ്ഞാൽ പോവാൻ വേണ്ടി. എവിടെ? ടു സ്കൂൾ. ഓക്കെ. ടു സ്കൂൾ. ക്ലിയർ? ഷീ വോൺസ് എ സ്കൂട്ടി ടു ഗോ ടു സ്കൂൾ. ഇതിൻ്റെ അടുത്താണ് ഞായറാഴ്ച 10 മണിക്ക് എല്ലാവർക്കും നിന്നെ അവിടെ വേണം. ഇത് നോക്കാം. ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റ് ആണ്. എന്ന് പറയാം ഞായറാഴ്ച 10 മണിക്ക് എല്ലാവർക്കും നിന്നെ അവിടെ വേണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഞായറാഴ്ച, അതുപോലെ 10 മണി, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം പിന്നെ എവിടെയും പറയും അല്ലേ. ഞാൻ പറയാറില്ല ഇങ്ങനെ എല്ലാവർക്കും നിന്നെ അവിടെ വേണം 10 മണിക്ക് ഞായറാഴ്ച.
ഞായറാഴ്ച 10 മണിക്ക് എല്ലാവരും നിന്നെ അവിടെ വേണം. 10 മണിക്ക് ഞായറാഴ്ച എല്ലാവരും നിന്നെ വേണം. മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറയും? മലയാളത്തിലും ഹിന്ദിയിലും നമ്മൾ എങ്ങനെ പറയും? പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഫോർമുലയുണ്ട്. ഓക്കെ, നോക്കാം എങ്ങനെയാണ്. ആദ്യം എല്ലാവർക്കും എവ്രിബഡി എന്താണ്? എവ്രിബഡി സിംഗുലറാണ്, മറക്കരുത്. ഓക്കെ, എവ്രിബഡി, നോബഡി, എനിബഡി, സംബഡി ഒക്കെ സിംഗുലറാണ്. എവ്രിബഡി ഇതിനടുത്താണ് വോൺസ് അല്ലേ? എവ്രിബഡി വോൺസ്. എല്ലാവർക്കും നിന്നെ വേണം. നിന്നെ, യു. ഓക്കെ, ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. എവ്രിബഡി വോൺസ് യു. എല്ലാവർക്കും നിന്നെ വേണം. എവിടെ വേണം? അവിടെ വേണം അല്ലേ? അവിടെ. എവ്രിബഡി വോൺസ് യു ദയർ. അവിടെ വേണം. ഇനിയാണ് ടൈം. നമുക്ക് ടൈം കാണിക്കാം, ലാസ്റ്റ് കാണിക്കാം. എത്ര മണിക്കാണ്? 10 മണിക്ക്. at 10 o'clock അല്ലെങ്കിൽ 10 PM അല്ലെങ്കിൽ 10 AM. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എഴുതുന്നു 10 o'clock. AM ആണോ PM എന്നറിയില്ല. ഞായറാഴ്ച. ഓക്കെ, ഞായറാഴ്ച. ഓൺ സൺഡേ. അപ്പോൾ എന്തായി? എവ്രിബഡി വോൺസ് യു ദയർ അറ്റ് 10 o'clock ഓൺ സൺഡേ. എല്ലാവർക്കും നിന്നെ 10 മണിക്ക് അവിടെ വേണമെന്നായി. ഇനിയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. നിനക്ക് അത് വേണോ? നിനക്ക് ഇത് വേണോ? നിനക്ക് കുറച്ച് പണം വേണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും ഇങ്ങനെ ഡു യു വോണ്ട്. ഈ ഒരു 3 വേർഡ് എന്താണ്? ഫിക്സ്ഡ് ആണ്, മാർക്കരുത്. ഡു യു വോണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് വേണമോ എന്നായി. ഇനി അങ്ങനെയല്ല, സിംഗിളർ ആണെങ്കിലോ അവൻക്ക് വേണമോ അല്ലെങ്കിൽ അവൾക്ക് വേണമോ ഇത് വയ്ക്കും ഡസ് ഹി വോണ്ട് അല്ലെങ്കിൽ ഡസ് ഷീ വോണ്ട്. ഓക്കെ, വേണമോ. നമുക്ക് നോക്കാം. 9ാമതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പണം വേണോ? എന്നായി. അപ്പോൾ എന്താ നിങ്ങൾക്കല്ലേ? അപ്പോൾ ഇത് വയ്ക്കും ഡു യു വോണ്ട്. ആദ്യം എന്ത് വയ്ക്കുക? ഡു യു വോണ്ട്. എന്താണ്? കുറച്ച് പണം. സം മണി. ഡു യു വോണ്ട് സം മണി? നിങ്ങൾക്ക് കുറച്ച് പണം വേണോ? 10ാമതാണ് നിങ്ങൾക്ക് ഇന്ന് എന്നെ അവിടെ വേണോ? എന്താണ്? നിങ്ങൾക്ക് ഇന്ന് എന്നെ അവിടെ വേണമോ എന്ന് ചോദിക്കാം. ആദ്യം ഡു യു വോണ്ട്. എന്താണ്? ഡു യു വോണ്ട് ഫിക്സ്ഡ് ആണ്. ഡു യു വോണ്ട് നിങ്ങൾക്ക് വേണമോ? എന്ത്? എന്നെ. മീ. ഡു യു വോണ്ട് മീ? എവിടെ? അവിടെ. ഡു യു വോണ്ട് മീ ദയർ അല്ലെങ്കിൽ ഡു യു വോണ്ട് മീ ഓവർ ദയർ ഇതും പറയാം. ഡു യു വോണ്ട് മീ ഓവർ ദയർ ടുഡേ? ഇന്ന് നിങ്ങൾക്ക് എന്നെ അവിടെ വേണമോ? ഡു യു വോണ്ട് മീ ദയർ ടുഡേ? ഡു യു വോണ്ട് മീ ഓവർ ദയർ ടുഡേ? സിമ്പിളാണ്. ഇനിയാണ് 11th വൺ. നിങ്ങൾക്ക് ഇന്ന് രാത്രി എൻ്റെ സഹായം വേണോ? നിങ്ങൾക്ക് വേണമോ? ഡു യു വോണ്ട്. ആദ്യം എന്താണ്? ഡു യു വോണ്ട്. ഇത് ആദ്യം വേണ്ട എഴുതണം. ഡു യു വോണ്ട്, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ. ഡു യു വോണ്ട് എന്ത്? നിന്റെ ഹെൽപ്പ് അല്ലേ? എൻ്റെ ഹെൽപ്പ്. ഡു യു വോണ്ട് മൈ ഹെൽപ്പ്? ഇന്ന് രാത്രി ടുനൈറ്റ്. അപ്പം എന്തായി? ഇങ്ങനായി ക്വസ്റ്റ്യൻ. ഡു യു വോണ്ട് മൈ ഹെൽപ്പ് ടുനൈറ്റ്? ഇനി അടുത്താണ് 12ാമതാണ്. അവൻക്ക് നാളെ എൻ്റെ കാർ വേണോ? അവൻക്ക് നാളെ എൻ്റെ കാർ വേണോ അല്ലെങ്കിൽ വേണമോ? അപ്പോൾ അവൻക്കല്ലേ? അപ്പോൾ നമ്മളിപ്പം ഡസ് ഹി ഉപയോഗിക്കും. ഡസ് ഹി വോണ്ട് അല്ലേ? ഡസ് ഹി വോണ്ട് എൻ്റെ കാർ? മൈ കാർ. ഡസ് ഹി വോണ്ട് മൈ കാർ? ടൈം എന്താണ്? നാളെ. ടുമോറോ. അപ്പം നിങ്ങൾ വിചാരിക്കും ടുമോറോ ആക്ച്വലി ഇതൊരു ഫ്യൂച്ചർ ടൈം അല്ലേ? ഫ്യൂച്ചറിനെ കാണിക്കുന്ന ടൈമല്ലേ ടുമോറോ, ആഫ്റ്റർ ടുമോറോ. ഇതൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റും. സിമ്പിൾ പ്രസൻറ്റിലും അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസിലൊക്കെ ഫ്യൂച്ചർ ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനിയാണ് അപ്പോൾ എന്തായി? ഡസ് ഹി വാണ്ട്സ് മൈ കാർ ടുമോറോ? ഇനിയാണ് 13. അടുത്താണ് അവൾക്ക് ഇന്ന് വൈകുന്നേരം നിന്റെ സ്കൂട്ടി വേണമോ? ഇന്ന് വൈകുന്നേരം ദിസ് ഈവനിങ് അല്ലെങ്കിൽ ടുഡേ ഈവനിങ് എന്ന് പറയാം. ദിസ് ഈവനിങ്. അപ്പോൾ അവൾക്ക് ഇന്ന് വൈകുന്നേരം ആവശ്യമുണ്ടോ? ഡസ് ഹി അല്ല, ഡസ് ഷി വരും. ഡസ് ഷി വാണ്ട്. എന്താണ്? ഡസ് ഷി വാണ്ട് എന്ത്? നിന്റെ സ്കൂട്ടി അല്ലേ? യുവർ സ്കൂട്ടി.
Does she want your scooty? Does she want your scooty this evening? This evening? ഇന്ന് വൈകുന്നേരം അവൾക്ക് നിന്റെ സ്കൂട്ടി വേണമോ എന്നായി. ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മാർക്കത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായി? ഡസ് ഷീ വാണ്ട്സ് യുവർ സ്കൂട്ടി ദിസ് ഈവനിങ്? ഇനിയുള്ളതാണ് ഹോംവർക്ക്. നിങ്ങളുടെ ഹോംവർക്കാണ് 14, 15. ഹോംവർക്ക് ചെയ്യാൻ മറക്കരുത്. വരും ദിവസങ്ങളിൽ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, ഇത് ലാസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, ഇത് ലാസ്റ്റ് എഴുതിയാൽ മതി. നമുക്ക് ആദ്യം എഴുതണമെന്നാണ് അവൻക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടി വരുമോ. വരും ദിവസങ്ങളിൽ അവൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടി വരുമോ, സഹായം വേണ്ടി വരുമോ എന്നായി. ഇനി അടുത്താണ് മറ്റന്നാൾ. മറ്റന്നാൾ ഈ ഒരു വേർഡ് തന്നെ ഇത് ആഡ്വർബ് ഓഫ് ടൈം ആണ്. ഇത് ലാസ്റ്റ് എഴുതണം. ആദ്യം ഈ ഒരു സ്ട്രക്ചർ ഫുള്ളാക്കണം. ഓക്കെ, മറ്റന്നാൾ എനിക്ക് നിന്നെ അവിടെ വേണം. മറ്റന്നാൾ എനിക്ക് നിന്നെ അവിടെ വേണം. ഓക്കെ, മറ്റന്നാൾ എനിക്ക് നിന്നെ അവിടെ വേണം, നിങ്ങളവിടെ വേണം. So friends, don't forget to write homework. Okay everyone, thank you.